ഓരോ വിശ്വാസിയുടെ വീടുകളിലും പരിശുദ്ധമായ ഖുർആൻ നല്ല ഉഷാറായിട്ട്, നല്ല പതുക്കെ, നല്ല ജഹറായി ഉറക്കെ പരിശുദ്ധമായ ഖുർആൻ ഓതുക എന്നത് ഏറ്റവും പുണ്യമുള്ള ഒരു അമലാണ്. നമ്മുടെ ഖുർആനിന്റെ ആ ശബ്ദം കേൾക്കാനായി തന്നെ എത്രയോ മലക്കുകൾ ഒരുമിച്ച് കൂടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഇന്ന് നമ്മുടെ വീടിന്റെ ആ ഉൾഭാഗത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തീരെ കേൾക്കാത്ത ഒരു ശബ്ദമാണ് ഖുർആനിന്റെ ശബ്ദം. ബാക്കിയുള്ള എല്ലാ ശബ്ദങ്ങളും കേൾക്കും. അശരീരങ്ങളായ പാട്ടുകൾ, അതുപോലെ മറ്റുള്ള ഒരുപാട് സൗത്തുകൾ നമ്മുടെ വീടിന്റെ ഉള്ളിൽ കേൾക്കുന്നു. എന്നാലോ വീടിൽ വെച്ച് ഖുർആൻ ഓതുന്നവരായിരിക്കും ഞങ്ങൾ. എന്നാലും ഞങ്ങൾ ചെയ്യുന്നത് ആർക്കും കേൾക്കാതെ ഇങ്ങനെ നമ്മുടെ ചുണ്ടുകൊണ്ടുള്ള ഓത്താണ്. നമ്മുടെ ഓത്താർക്ക് നമ്മുടെ ചുറ്റുഭാഗത്ത് മക്കൾ കളിച്ചുകൊണ്ടാവും, ഭാര്യ ഉണ്ടാവും, അല്ലെങ്കിൽ ഉമ്മ ഉണ്ടാവും. അവർക്കൊക്കെയും കേൾക്കാത്ത രൂപത്തിൽ നമ്മുടെ മനസ്സുകൊണ്ട് മന്ത്രിക്കുന്ന ഖുർആനോത്താണ്. ഖുർആൻ ഒക്കെ ഓതാൻ പറ്റാത്ത പല സ്ഥലങ്ങളിൽ അവിടെ ഓതാൻ പാടില്ല. ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, ആ നിസ്കരിക്കുന്ന ആൾക്ക് വസ്വാസാക്കുന്ന രൂപത്തിൽ ഉറക്കെ ഖുർആൻ ഓതാൻ പാടില്ലാത്തതാണ്. പക്ഷെ എന്റെ വീടിന്റെ ഉള്ളിൽ ഞാൻ ഖുർആൻ ഓതുമ്പോൾ അത് മറ്റുള്ള ആളുകൾക്കൊക്കെ കേൾക്കണം. കാരണം ആ സൗത്ത് കേൾക്കാനായി തന്നെ ഒരുപാട് മലക്കുകൾ ഒരുമിച്ച് കൂടുന്ന മഹാനായ സയ്യിദുനാ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അദ്ദേഹം ഒരു രാത്രി രണ്ടഭിപ്രായമുണ്ട്. അൽ ബഖറ സൂറത്ത് ഓതുന്നു, മറ്റൊരു അഭിപ്രായത്തിൽ അൽ കഹ്ഫ് സൂറത്ത് ഓതുകയാണ്. രണ്ടഭിപ്രായം, രണ്ടതീതി കാണുന്നത്. അപ്പൊ മഹാനവരുകൾ രാത്രി ഇങ്ങനെ ഖുർആൻ ഓതുമ്പോ അദ്ദേഹത്തിന്റെ വീടിന്റെ മച്ചിന്റെ ഭാഗത്ത്, പണ്ടത്തെ ആ മച്ചിന്റെ ഭാഗത്ത് ഒരുപാട് ലൈറ്റ് പൊടിച്ചിട്ട്, പ്രകാശം പൊടിച്ചിട്ടുള്ള ഒരുപാട് പ്രത്യേകമായ സൃഷ്ടികൾ മഹാനായ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു കണ്ടതാണ്. ആകാശലോകത്തിലേക്ക് നോക്കുമ്പോൾ വീടിന്റെ മച്ചിന്റെ ഭാഗത്ത് പ്രത്യേകമായ ഒരുപാട് സൃഷ്ടികൾ, അവർ പ്രത്യേകമായ വെളിച്ചം പൊടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ മഹാനവകൾ ഖുർആൻ ഓതുന്നത് നിർത്തി. അൽ ബഖറ കഴിഞ്ഞ് അല്ലെങ്കിൽ അൽ കഹ്ഫ് സൂറത്ത് ഓതി കഴിഞ്ഞ് മഹാനവകൾ ഖുർആൻ ഇങ്ങനെ അത് പൂട്ടി, അതായത് ഖുർആൻ ഓത്ത് നിർത്തിയപ്പോ പിന്നെ ആകാശലോകത്തിലേക്ക് നോക്കുമ്പോൾ നേരത്തെ കണ്ട ആ പ്രത്യേകമായ സൃഷ്ടികളോ ആ വെളിച്ചമൊന്നും കാണുന്നില്ല. പിറ്റേ ദിവസം രാവിലെ മഹാനായ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു നേരെ ഓടിപ്പോയി ഹദ്റത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളുടെ അടുത്ത് പോയി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നലെ രാത്രി ഞാൻ പ്രത്യേകമായ ഒരു കാഴ്ച കണ്ടു നബിയേ. ഞാൻ വീട്ടിൽ വെച്ച് ഇങ്ങനെ ഖുർആൻ ഓതുമ്പോ ആകാശ ലോകത്തിലേക്ക് നോക്കുമ്പോൾ പ്രത്യേകമായ ഒരുപാട് സൃഷ്ടികളെ കണ്ടു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഓ ഉസൈദേ, അത് ആരുമല്ല, നിന്റെ ഖുർആനിന്റെ ശബ്ദം കേൾക്കാനായി ആകാശ ലോകത്തിൽ ഇറങ്ങി വന്ന മലക്കുകളായിരുന്നു അത്. നീ സുബഹി വരെ ഖുർആൻ ഓതുമായിരുന്നുവെങ്കിൽ സുബഹി വരെ നിന്റെ ശബ്ദം കേൾക്കാൻ ആ മലക്കുകൾ അവിടെ കാത്തു നിൽക്കുമായിരുന്നു. മഹാനായ ഉസൈദ് തങ്ങളോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാ. പക്ഷെ നമ്മുടെ കണ്ണ് അത്രയും ബലഹീനമായ കണ്ണായതുകൊണ്ട് നമ്മുടെ ഖുർആൻ ഓതുമ്പോ അത് കേൾക്കാൻ വേണ്ടി തനിച്ചുകൂടുന്ന മലക്കുകളെ കാണാൻ നമ്മുടെ കണ്ണുകൾക്ക് കഴിയുന്നില്ല എന്നേ ഉള്ളൂ. മലക്കുകൾ ഇന്നും ഹാജറാണ്, നാം ആ രൂപത്തിൽ ഖുർആൻ ഓതുന്നുണ്ടോ? റസൂലുള്ളാഹി അങ്ങനെയാണ് ഖുർആൻ എങ്ങനെയാ ഓതുന്നത്? മൻ ലം യതഗന്ന ബിൽ ഖുർആൻ ഫലൈസ മിന്നി. ഖുർആൻ നല്ല ശൈലിയുള്ള ആ ഒരു രീതിയിൽ അയാൾ ഓതില്ലെങ്കിൽ, നല്ല മണിക്കേണ്ട സ്ഥലത്ത് മണിക്കാതെ, നീട്ടേണ്ട സ്ഥലത്ത് നീട്ടാതെ നല്ല ശൈലിയിൽ ഒരാൾ ഖുർആൻ ഓതില്ലേ എന്നാൽ റസൂലുള്ളാഹി പറഞ്ഞു, ഫലൈസ മിന്നി, അയാൾ എന്നിൽപ്പെട്ടവനല്ല. ഖുർആൻ ഓതുന്നത് അങ്ങനെയാണ്. ഇങ്ങനെ പെട്ടെന്ന് ഓതിട്ട് ഹത്ത തീർക്കുക എന്നതിനേക്കാൾ
വലിയ കൂലിയുടെ എന്താ ഖുർആന തർത്തീല, നല്ല സമാധാനത്തിൽ തജ്വീദിന്റെ നിയമങ്ങളൊക്കെ പാലിച്ച് മണിക്കേണ്ട സ്ഥലത്ത് മണിച്ച് നീട്ടേണ്ട സ്ഥലത്ത് നീട്ടി നല്ല ശൈലിയിൽ ഖുർആൻ ഓതുന്നുണ്ടോ ആ ഖുർആനാണ് അള്ളാഹ്ക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഖുർആൻ. അത് ഓതണം. നമ്മുടെ വീടിന്റെ ഉള്ളിൽ നമ്മുടെ ഖുർആനിന്റെ ശബ്ദം കേൾക്കണം. വെള്ളിയാഴ്ച നമ്മുടെ വീട്ടിൽ വെച്ച് ഓതുന്നുണ്ടെങ്കിൽ നല്ല ഉറക്കേ ഓതാം. അത് കണ്ടിട്ട് നമ്മുടെ മക്കൾ പഠിക്കട്ടെ. എന്റെ ഉപ്പ പ്രത്യേകം വെള്ളിയാഴ്ച ദിവസം എന്തോ ഒരു സൂറത്ത് ഓതുന്നുണ്ട്, അത് എന്താണ് മക്കൾ അത് കേട്ട് പിന്നെ പഠിച്ചാൽ അവരുടെ മരണം വരെ പിന്നെ വെള്ളിയാഴ്ച ദിവസം അൽക്കാൻ പോകാൻ നമ്മുടെ മക്കളുണ്ടാവും. നമ്മുടെ വീട്ടിൽ വെച്ച് യാസീൻ ഞങ്ങൾ ഉറക്കെ ഓതുന്നുണ്ടോ അത് കണ്ട് നമ്മുടെ മക്കൾ പഠിക്കും. പഠിച്ചാലോ പിന്നെ നമ്മുടെ വീട് ഖുർആനിന്റെ വീടാവും. ഖുർആൻ നല്ല ഉറക്കെ ഓതാൻ വേണ്ടി പഠിക്കണം. അങ്ങനല്ല, നല്ല മിനുമിനുമാണ് മനസ്സിന്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ഖുർആൻ ഒന്നും എന്നറിയില്ല. ഒരാൾക്ക് വേണ്ടിയായിരിക്കും ഞാൻ പോകുന്നത് തെറ്റായത് മറ്റുള്ള ആള് അറിഞ്ഞാലെന്താ തെറ്റുള്ളതാണെങ്കിൽ മറ്റുള്ളവൻ അറിയുന്നവനാണെങ്കിൽ അത് തിരുത്തി തരൂര്. അതല്ല ഏറ്റവും വലിയ കയ്യിൽ. എന്തെങ്കിലും ഒരു അബദ്ധം ഉണ്ടെങ്കിലും കഥയുണ്ടെങ്കിലും മറ്റുള്ള ആളത് ഓതുമ്പോ ആ മോനെ അങ്ങനെയല്ല, അല്ലെങ്കിൽ ഉപ്പ മദ്രസ പഠിച്ച ഒരു കുട്ടിയാണെങ്കിൽ ഉപ്പാനെ വിളിച്ചവർ ഉപ്പ അങ്ങനെയല്ലല്ലോ ഓതേണ്ടത്. അപ്പോ നമ്മുടെ മക്കൾ പഠിച്ച ആ ഇൽമും ഫലപ്രദമാവും. പക്ഷെ അതിനൊന്നും അവസരമില്ല. എല്ലാം നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഉഷാറാണ്, എല്ലാം ഉഷാറാണ്. മക്കളോട് മൊബൈൽ നോക്കുമ്പോ സൗത്ത് കുറക്കാൻ പറഞ്ഞാൽ കുറക്കൂല. അതല്ല, ഉഷാറായിട്ട് അവർക്ക് കേൾക്കണം, പാട്ടും കേൾക്കണം, മറ്റുള്ളത് കേൾക്കണം. എന്നാലും ഖുർആന് മന്ത്രമായി പോയി, ഖുർആൻ മന്ത്രിക്കലായി പോയി. ഖുർആനിന്റെ ശബ്ദം കേൾക്കൂല. റസൂൽ പറഞ്ഞതാണ്, അതിന് വേണ്ടിയിട്ട് തന്നെ, അതിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി തന്നെ ഒരുപാട് മലക്കുകൾ നമ്മുടെ വീടിന്റെ മുറ്റത്ത്, നമ്മുടെ പള്ളിയുടെ പരിസരങ്ങളിൽ ഒരുമിച്ച് കൂടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെ ആ രൂപത്തിൽ ഖുർആനിനെ സ്നേഹിച്ച മറ്റുള്ള എല്ലാവിധ ലഘുവുകൾ, അനാവശ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പടച്ചോനെ, നിന്റെ പരിശുദ്ധമായ കലാമായ ഖുർആൻ, ആ ഖുർആനിനെ സ്നേഹിക്കാൻ, ആ ഖുർആൻ ഓതാൻ, മറ്റുള്ളവർ ഓതുന്നത് കേൾക്കാൻ, അതിനെ ഒന്ന് കാണാൻ, അതിനൊന്ന് കൈകൊണ്ട് പിടിച്ച് ചുണ്ടുകൊണ്ടൊന്ന് മുത്താൻ പടച്ചോനെ മരണം വരെ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖുർആനുമായി ബന്ധമില്ലാത്ത ഒരു ജീവിതമായി നമ്മുടെ ജീവിതം നീ ആക്കല്ലേ അല്ലാഹ്. നമ്മുടെ വീടുകളിലുള്ള ഉള്ളിലുള്ള ഖുർആനുകൾ, നമ്മുടെ പള്ളിയുടെ ചുമരുകളിൽ വെച്ചിട്ടുള്ള ഖുർആൻ, അത് പള്ളിയുടെ ചുമരിന് വേണ്ടി മാത്രമാക്കല്ലേ അല്ലാഹ്. നമ്മുടെ ജീവിതത്തിലും ഫലമുള്ള ഖുർആനാക്കി നീ ആക്കി തരണേ റഹ്മാനെ. ആ ഖുർആൻ കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്ത ഒരു കാര്യങ്ങളുമില്ല. ദുനിയാവും ആഖിറവും എല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന വലിയ ഒരു അത്ഭുതമാണ് പരിശുദ്ധമായ ഖുർആൻ. റബ്ബേ, നമുക്ക് നമ്മുടെ ദുന്യവിയും ഉഖ്റവിയുമായ സർവ്വ മുറാദുകളും നേടിയെടുക്കാൻ ഞങ്ങളെ സഹായിക്കുന്ന, ഒന്നായി ഞങ്ങൾ ഓതുന്ന, സ്നേഹിക്കുന്ന, ഞങ്ങൾ പിടിക്കുന്ന ഖുർആനിനെ നീ ആക്കി തരണേ റഹ്മാനെ. നിന്റെ ബറക്കത്ത് കൊണ്ട് ഏത് രോഗമാണെങ്കിലും ആ രോഗത്തിനുള്ള മരുന്ന് ഖുർആനാണ്. റബ്ബേ, ആ ഖുർആനാകുന്ന മരുന്നുകൊണ്ട് നമ്മുടെ സദസ്സിലുള്ള, നമ്മുടെ വീടുകളിലുള്ള, നമ്മുടെ നാടിലുള്ള, ഞങ്ങളുമായി വസിയ്യത്ത് ചെയ്തവരിലുള്ള സർവ്വ രോഗങ്ങളും നീ ശിഫയാക്കി തരണേ അല്ലാഹ്, ശിഫയാക്കി തരണേ അല്ലാഹ്. റബ്ബേ, എത്രയോ ആളുകൾ നമ്മുടെ പള്ളിയിൽ വന്നിരുന്നവർ സ്വകാരണമായി കഫക്കെട്ട് കാരണമായി പനി ബാധിച്ചുകൊണ്ട് വീടുകളിൽ, ഹോസ്പിറ്റലുകളിൽ കിടക്കുന്നവരുടെ പടച്ചോനെ ആജിലായ കാമിലായ ശിഫാവ് കൊണ്ട് അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണേ റബ്ബേ. ജീവിതത്തിൽ വലിയ സന്തോഷം താന്നോ, സമാധാനം താന്നോ, റാഹത്ത് താന്നോ. എല്ലാവിധ അപകട മരണങ്ങൾ, മുസീബത്തുകളിൽ നിന്ന് റബ്ബേ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെടുന്നവർ, പ്രത്യേകിച്ച് പ്രവാസികളായി അധ്വാനിക്കുന്ന, പല രാജ്യങ്ങളിൽ പോയി അധ്വാനിക്കുന്ന എല്ലാ മുഅ്മിനാത്തുകളെയും നീ കാക്കണേ റഹ്മാനെ. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളുടെ ഖബറും നീ സ്വർഗമാക്കണേ അല്ലാഹ്. ഖുർആനിന്റെ വെളിച്ചം കൊണ്ട് അവരുടെ ഖബറിന് പ്രത്യേകമായ വെളിച്ചം നൽകണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദി
صلى الله عليه وسلم حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير.